ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന 3 കറികളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് ആദ്യം തന്നെ അയല മീനെടുത്ത് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ പൊരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരച്ചത്, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് തോരനാവശ്യമുള്ള ക്യാരറ്റും സവാള അരിഞ്ഞ് വയ്ക്കാം. ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി വെള്ളരിക്ക പച്ചടിയാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടി വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് പുളിവെള്ളവും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മീൻ അതിൽ ഇട്ട് കൊടുക്കാം. മീൻ ഇവിടെ കിടന്നൊന്ന് വെന്ത് മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ വെള്ളരിക്ക പച്ചടിയെ ഒന്ന് വാങ്ങി വെച്ചിട്ട് തോരന് കടുവറുത്തിടാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവണ നേരം കൊണ്ട് നമുക്കിവിടെ ഈ മീൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് തോരനുള്ള ക്യാരറ്റും സവാളയും തട്ടിക്കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. തോരൻ വേവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ മീൻ തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. തോരൻ ഇവിടെ നല്ലപോലെ വെന്ത് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഒന്ന് അടപ്പിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻ ഇവിടെ നല്ലതായിട്ട് പൊരിഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമുക്കതൊന്ന് അടുത്ത സ്റ്റെപ്പ് മീനാണത് വറുത്ത് കോരാം. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമുള്ള കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ എടുത്തിട്ട് അതിനകത്ത് മുളക് പൊടി, കുറച്ച് ജീരകം, കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് അത് വെള്ളരിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും പുളിയും നോക്കിയ ശേഷം പാകത്തിനനുസരിച്ച് ഉപ്പാണെങ്കിൽ ഉപ്പ് ചേർക്കാം, പുളിയാണെങ്കിൽ പുളി ചേർക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിനകത്ത് എരിവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്ന് കടുവറുത്തിടാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ച് ഞാനത് കടുവറുത്ത് ഇനി അതൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അങ്ങനെ ഇന്നത്തെ ഊണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ക്യാരറ്റ് തോരനും വെള്ളരിക്ക പച്ചടിയും മീൻ പൊരിച്ചതുമാണ്. നല്ല നാടൻ ഊണാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.